ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്, ചിക്കൻ കോക്കനട്ട് റോസ്റ്റ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെയും ചിക്കൻ റെസിപ്പീസൊക്കെ ഉണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ റോസ്മെൽ മാറുകയും വേണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തത് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. സവാളയുടെ കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കിലോയിലധികം ചിക്കൻ എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കണം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളമാണ്, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ തക്കാളി ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കണം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി ജ്യൂസ് ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്, തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെയൊക്കെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരവിയത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ. തേങ്ങയും മസാലയും ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കോക്കനട്ട് റോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കാണുന്നത് ഓയിലാണ്, ഓയിലിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇഷ്ടം പോലെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്, ഈ ഒരു പാകത്തിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കുകയും വേണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്